കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കടവല്ലൂർ എടയൂർ ശ്രീലക്ഷ്മണസ്വാമി നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ 8 കീഴടങ്ങളിൽ ഒന്നായ 500-ലേറെ വർഷം പഴക്കമുള്ള ക്ഷേത്ര കാട്ടമ്പലം എന്ന പേരിലും അറിയപ്പെടുന്നു. വേദപരീക്ഷയായ അന്യോന്യത്തിനായി എത്തുന്ന തിരുനാവായ സ്വരൂപക്കാർ ക്ഷേത്രത്തിലെ നമസ്കാര മണ്ഡപത്തിൽ വേദപരിശീലനം നടത്തുന്നത് ഇന്നും പതിവാണ്. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ നരസിംഹസ്വാമിയുടെ ബിംബത്തിൽ പൊട്ടലുണ്ടാവുകയും കാലപ്പഴക്കത്താൽ ശ്രീകോവിലിനും ഉപദേവതയായ ലക്ഷ്മണസ്വാമിയുടെ ശ്രീകോവിലിനും കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തതോടെയാണ് പുനരുദ്ധാരണത്തിന് നടപടി ആരംഭിച്ചത്. ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ പാടൂർ പ്രമോദ് പണിക്കരും ദേശപ്പണിക്കരായ അരവിന്ദനും നടത്തിയ അഷ്ടമംഗല്യ പ്രശ്നവിധിയുടെ അടിസ്ഥാനത്തിലാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. തച്ചുശാസ്ത്ര വിദഗ്ധൻ കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ വാസ്തുവിദ്യാ നിർദ്ദേശപ്രകാരം ഏകദേശം 1.5 കോടി രൂപ ചെലവിലാണ് നവീകരണം. ആദ്യഘട്ടത്തിൽ 50 ലക്ഷം രൂപ ചിലവഴിച്ച ഇരുനില മുഖമണ്ഡപത്തോടുകൂടിയ നരസിംഹസ്വാമിയുടെ ശ്രീകോവിലും ബിംബവും പ്രധാനമായും പുനരുദ്ധരിക്കും. സ്വദേശത്തും വിദേശത്തുമുള്ള ഭക്തജനങ്ങളുടെ സഹായ സഹകരണത്തോടെയാണ് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. 2027 ഏപ്രിലിൽ പുനഃപ്രതിഷ്ഠ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് മോഹൻദാസ്, സെക്രട്ടറി മുരളീധരൻ, വൈസ് പ്രസിഡന്റ് പ്രഭാകരൻ എന്നിവർ അറിയിച്ചു. ക്ഷേത്രത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിഗ്രഹം പൊട്ടിയതിനെ തുടർന്ന് പ്രശ്നചിന്ത നടത്തുകയും തുടർന്ന് കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിൻ്റെ മാസ്റ്റർ പ്ലാൻ അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് 1.5 കോടിയിൽ കൂടുതൽ ചിലവ് വരുന്ന ഒരു പദ്ധതിയാണുള്ളത്. ഇപ്പോൾ നരസിംഹമൂർത്തി ശ്രീകോവിലിൻ്റെ പണി ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. അതിൻ്റെ മുഖപ്പും മറ്റതൊക്കെ മേൽക്കൂരയൊക്കെ ഏകദേശം പണി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ശില്പി ജയൻ പാത്രമംഗലം എന്ന ശില്പിയാണത് ഏറ്റെടുത്തത്. വളരെ ഭംഗിയായിട്ട് അത് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള പ്രവർത്തനങ്ങളും ഉടനെ തീരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പാത്രമംഗലം സ്വദേശിയും കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ ശില്പകലാ അധ്യാപകനുമായ ജയന്റെ മേൽനോട്ടത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 30-ലേറെ ക്ഷേത്രങ്ങളുടെ നിർമ്മാണ നവീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ജയന്റെ പാലക്കാട് പെരിങ്ങോട്ടുകാവിൽ മരത്തിൽ തീർത്ത ഭദ്രകാളി ബിംബവും ആഫ്രിക്കയിലെ ബോട്സ്വാനയിലെ ബാലാജി ക്ഷേത്രത്തിന്റെ ഗോപുരവാതിലും ശ്രദ്ധേയമാണ്. കടവല്ലൂർ പഞ്ചായത്തിലെ കരിക്കാട് വിഷ്ണു ക്ഷേത്രം, കൊരട്ടിക്കര വിഷ്ണുഭഗവതി ക്ഷേത്രം എന്നിവയുടെ നവീകരണ പ്രവർത്തനങ്ങളും ജയന്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. എടയൂർ ക്ഷേത്രത്തിലെ നരസിംഹസ്വാമി ശ്രീകോവിലിന്റെ മേൽക്കൂരയിൽ നിർമ്മിച്ചിരിക്കുന്ന തിരിവളയും പഴമയുടെ പ്രൗഢി ഓർമ്മിപ്പിക്കുന്ന ജയന്റെ ശ്രദ്ധേയമായ പുതിയ നിർമ്മാണമാണ്.